ക്യാമ്പിൻ്റെ നല്ല അനുഭവങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ കവിത ഒരെണ്ണം പാടാം. ഇതും ഒരു പാട്ട് രൂപത്തിലാണ്. നമ്മൾ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയായിരുന്നു 3 ദിവസം കഴിഞ്ഞത്. അപ്പോൾ പ്രകൃതി തരുന്നൊരു വലിയ അനുഭവമാണ് മഴ. കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും എൻ്റെ മഴപ്പാട്ട്. മഴപ്പാട്ടിൻ്റെ ഒപ്പം നമുക്ക് കൈയടിച്ച് പാടാം, ഒരുമിച്ച് പാടാം. മഴയൊരു കുടം വെള്ളം തരും, മരമൊരു കുടം വെള്ളം തരും, മലയൊരു കുടം വെള്ളം തരും, മനസ്സൊരു കുടം വെള്ളം തരും. മണ്ണിന്മേലെ വീണുടയട്ടെ വെള്ളം 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 വെള്ളം. തെയ്തക തെയ്തക ദിവി തെയ്തക 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 തെയ്തക. കാർമുകിലുകൾ കലകം പറയണ മാനത്ത് നല്ലേ, കാടിറങ്ങി മലയുടെ പിറകെ പിണങ്ങി നിൽപ്പുണ്ടേ. കാർമുകിലുകൾ കലഹം പറയണ മാനത്ത് നല്ലേ, കാടിറങ്ങി മലയുടെ പിറകെ പിണങ്ങി നിൽപ്പുണ്ടേ. കണ്ണീരുക്കി കളി പറയുന്നു നീലപ്പെണ്ണ്, കണ്ണീരുക്കി കളി പറയുന്നൊരു കരിനീല പെണ്ണ്. അവൾ മഴയായി അവൾ പുഴയായി, മഴയായി പുഴയായി പുഴയായി മഴയായി നിറഞ്ഞു 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 തൂവട്ടെ തൂവട്ടെ തൂവട്ടെ. തെയ്തക തക തെയ്തക തക ദിവി തെയ്തക തക തെയ്തക തക ദിവി തെയ്തക 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 അടി തെയ്തക തക തെയ്തക തക ദിവി തെയ്തക തക തെയ്തക തക ദിവി തെയ്തക 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 തെയ്തക. പൂവന്തി വിഴുങ്ങണ നേരത്തെക്കോട്ടോടിപ്പോ, മുറ്റമടിക്കാനായിട്ട് ഓടി വരുന്നുണ്ടേ. പൂവന്തി വിഴുങ്ങണ നേരത്തെക്കോട്ടോടിപ്പോ, മുറ്റമടിക്കാനായിട്ട് ഓടി വരുന്നുണ്ടേ. കാതിലാടും മഴവില്ലാലും കമ്മലിട്ടവള്, കാതിലാടും മഴവില്ലാലൊരു കമ്മലിട്ടവള്. അവൾ മഞ്ഞായി അവൾ മലരായി, മഞ്ഞായി മലരായി മലരായി മഞ്ഞായി നിറഞ്ഞു 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 തൂവട്ടെ തൂവട്ടെ തൂവട്ടെ. മഴയൊരു കുടം വെള്ളം തരും, മരമൊരു കുടം വെള്ളം തരും, മലയൊരു കുടം വെള്ളം തരും. മണ്ണിന്മേലെ വീണുടയട്ടെ വെള്ളം 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 പ്രിയപ്പെട്ടവരിത് നമ്മുടെ കാവാലം നാരായണപ്പണിക്കർ എന്ന് പറയുന്നൊരു മഹാ മനുഷ്യനുണ്ടായിരുന്നു. നാടകാചാര്യനായിരുന്നു, നാടൻപാട്ടിൻ്റെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഞങ്ങളുടെ മാഷ് അനീഷ് മാഷ് തന്നിട്ടുള്ള ഒരു കണ്ടന്റിൽ നിന്നാണ് ഈ കവിത എഴുതിയത്. മലയും മരവുമൊക്കെ നമുക്ക്, മണ്ണുമൊക്കെ നമുക്കൊരു കുടം വെള്ളം തരും എന്നുള്ള ഒരു വാക്കിൻ്റെ ഇതിൽ നിന്നാണ് ഈ കവിത എഴുതിയത്. കൃഷ്ണനൊക്കെ കൂടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു സംഘമുണ്ട്, പാട്ടും പറച്ചിലും
പ്രകൃതിക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ എഴുതിയിട്ട കവിതയാണ് ഇത് പാടിയത്. താങ്ക് യു. പിന്നെ ഇനി എൻ്റെ അനുഭവം പറയാലോ, പക്ഷേ ഈ ക്യാമ്പിൻ്റെ അനുഭവം പറയാം. ഓരോ മനുഷ്യരും ഹൃദയം കൊണ്ട് തൊട്ട, അത്ര ആത്മാർത്ഥമായി തൊട്ട ഒരു ക്യാമ്പാണ് ഈ ക്യാമ്പ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറേ പേരുണ്ടായിരുന്ന കുറേ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ആദ്യത്തെ ക്യാമ്പ് കവനം എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതാണ് എന്നെ വിസ്മയിപ്പിച്ചൊരു ക്യാമ്പ്. ഇതുപോലെ തന്നെ ഒരു ക്യാമ്പിൽ ഒരു കാടിൻ്റെ നടുവിൽ പക്ഷികളോടും മരങ്ങളോടും കാറ്റിനോടും മഴയോടും ഒക്കെ മിണ്ടി ഇതുപോലെയുള്ള 2 ദിവസം കഴിഞ്ഞ ഒരു ക്യാമ്പിൻ്റെ ഓർമ്മയിൽ നിന്ന് അന്നാണ് സജീവൻ സാറിന് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് തൊട്ടേ അടയാളം വെച്ചു. സജീവൻ സാർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഈ കവന ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടപ്പോൾ അതിയായ ആഗ്രഹം വന്നപ്പോഴാണ് സ്ഥിരം ചോദിക്കാറുള്ള പോലെ രാവണി മാഷ വിളിച്ചപ്പോൾ രാവണി മാഷ് പറഞ്ഞു, എന്തിനു ചോദിക്കണം സുധീഷ, നീ ഇങ്ങോട്ട് പോര്. അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വരാൻ ചാക്കോ മാഷ്ട വണ്ടിയിലാണ് ഇവിടെ വന്നത്. പിന്നെ ഈ നിമിഷം വരെ നിഴലായി ഉറങ്ങിയോ ഉണർന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെള്ളം പോലും എടുത്തു തന്ന് ബാത്റൂമിലേക്ക് പോലും കൊണ്ടാക്കി എൻ്റെ നിഴലായി ഇവിടെ വരെ എത്തിക്കാൻ കൂടെ എൻ്റെ കൃഷ്ണാട്ടൻ. അതുപോലെ ഒരുപാട് പേര് ഹൃദയം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പേര് എൻ്റെ ഹൃദയം കൊണ്ട് തൊട്ട ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോ ക്യാമ്പും ഓരോ മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഇപ്പം എന്നെയും ഒരുപാട് പുതുക്കിയിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച ഒരുപാട് പേര് ഇവിടെ അവരെ പുതുക്കിയ വിവരം പറഞ്ഞു, അനുഭവം പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. രാവണി മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കാവ്യ കേരളത്തിൻ്റെ പുതിയ എഴുത്തുകാരെയും മറ്റുള്ളവരെയും ഒക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാണിക്കുന്ന ആ വലിയ പ്രയത്നത്തിന് ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നന്ദി പറയാം. പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിഭകളെ കണ്ടെത്തും, നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ സംഗീതത്തിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഷഹബാസമനെ കേട്ടു, രാജേഷ് ചേർത്തലയെ കേട്ടു, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കേൾക്കാറുണ്ട്. ഈ കാവശ്യത തന്നെ നമുക്ക് സമ്മാനിച്ച ആ ക്യാമ്പിൽ ഞാൻ ഒരു ദിവസമാണ് പങ്കെടുത്തത്. വൈകിട്ട് തിരിച്ചു പോന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വരുന്ന വിദ്യ എന്ന് പറയുന്ന ക്യാമ്പിൽ മുകളിലായിരുന്നു. ആ കയറാൻ ബുദ്ധിമുട്ടൊക്കെ ആയ കാരണം തിരിച്ച് പിന്നെ എന്തൊക്കെയോ എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്നു. അന്ന് പരിചയപ്പെട്ടൊരു മുഖാണ് ബിജു മാഷ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇന്നലത്തെ ഒറ്റ ക്ലാസ് നേരത്തെയും സച്ചിദാനന്ദത്തിലും കേരളവർമ്മയിലും ആക്കിലും ഒക്കെ മാഷ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ആ ക്ലാസ് ആ ലെജൻഡുകൾക്കൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മനുഷ്യനായി എൻ്റെ മുന്നിൽ ആ ബിജു മാഷ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയേറെ കവിതകൾ, ഇത്രയേറെ കവികളെ ഓർത്തിരിക്കാൻ കഴിയുക? ഒരു കവിക്ക് കഴിയുക എന്നുള്ളതിൻ്റെ, നേരത്തെ രാജമാഷ് പറഞ്ഞ പോലെ ആലങ്കോടിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. മലയാള സിനിമാ ഗാനങ്ങളെയും കവിതയെയും ഒക്കെ ഇട്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യൻ, ആലങ്കോടിനെ പോലെയുള്ള ഒരു മനുഷ്യൻ. കേട്ട ശേഷം ബിജുമാഷ കേൾക്കുകയാണ്. പിന്നെ ശ്രീജിത്തേട്ടൻ കാവശ്യകൾ വരുന്നതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് പരിചയമുണ്ട്. രക്തസാക്ഷിയുടെ വീടും അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതി ഏതോ ഒരു DYFIയുടെ ക്യാമ്പിലാണ് ശ്രീജിത്തേട്ടനെ കാണുന്നത്. അന്ന് തൊട്ട് ശ്രീജിത്തേട്ടൻ എഴുതിയ പുസ്തകത്തിൻ്റെ ഓരോ കോപ്പി തരും. വായിക്ക്, നീ വായിക്ക്, പഠിക്കുക എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു നിർത്തും ശ്രീജിത്തേട്ടനും. പിന്നെ ചെങ്ങമനാടൻ എവിടെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കും. അങ്ങനെ മനുഷ്യന്റെ ആത്മാവിനെ തൊടുന്ന ആൾക്കാർ നയിച്ച ഒരു ക്യാമ്പ്. ജിനം മാഷും ജയറാം മാഷും ശ്രീജ ടീച്ചറും സുഭാഷിനേച്ചിയും അങ്ങനെ ഒരുപാട് പേര്, എല്ലാവരും പേരെടുത്ത് പറയുന്നു. അംബികേച്ചി, എല്ലാവരും, ഞാൻ ബിനിലക്കുട്ടി, രേഖേച്ചി, രമണ, ഒരുപാട് പേര്. തീയോടെ പാട്ട് വളരെ കൃത്യമാണ്. ഇപ്പൊ പുതിയ ഒരു അനിയൻകുട്ടനെ പഠിച്ചിപ്പെട്ടു, ജിതേഷ്. ഇവരെയൊക്കെ പേരെടുത്ത് പറയാനത് ആവാത്ത ആള്. പിന്നെ ഈ ക്യാമ്പിന്റെ നടത്തിപ്പ് വളരെ സൂക്ഷ്മ ദർശനത്തോടുകൂടി ദർശനയിച്ച് അത് നിർവഹിച്ചു. അജയഘോഷയുടെ അതിന് പിന്നിലുണ്ട്. ഇവരെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുകയാണ്.
പിന്നെ എൻ്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, യുദ്ധമുഖങ്ങളെ കുറിച്ചും ഒക്കെ യാത്രയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഒരുപാട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച അനുഭവമുള്ള സലിച്ചേട്ടൻ ഇവരെയൊക്കെ ഓർക്കുകയാണ്. പിന്നെ പാട്ടിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള സരിതേച്ചി, നേരത്തെ ഇവിടെ നിന്ന് പോയ ആ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവരൊക്കെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ പരസ്പരം തൊടുകയാണ്. എങ്ങനെയാണ് കാവിശികയെ നമുക്ക് മറക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇതുപോലുള്ള ക്യാമ്പുകളിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കാൻ കഴിയുക? ഇത്രയും ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഇങ്ങനെയുള്ളതിന് വരുന്നത് എന്നെ എനിക്ക് പുതുക്കാൻ പറ്റുന്നു. ഈ സമൂഹത്തിൽ ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ളത് എന്നെ ഓർമ്മപ്പെടുത്തുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നു. ലാവണ്യ മാഷെ ഒരുപാട് സ്നേഹം ചേർത്ത് പിടിക്കുന്നു. താങ്ക് യു.